പ്രതിരോധ സാമഗ്രികളുടെ കയറ്റുമതിയിൽ ഇന്ത്യ നടത്തിയ കുതിച്ചുചാട്ടം അത് ലോകത്തിന് തന്നെ ഞെട്ടിക്കുന്ന ഒരു വസ്തുതയാണ് കൊണ്ടുവന്നത്. കാര്യം ഒരു കാലത്ത് ഈ പ്രതിരോധ സാമഗ്രികളുടെ ഏറ്റവും വലിയ ഇറക്കുമതി രാജ്യങ്ങളിൽ ഒന്നായിരുന്ന ഇന്ത്യ ഇപ്പോൾ ഏറ്റവും വലിയ കയറ്റുമതി രാജ്യങ്ങളിൽ ഒന്നായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ വിവരങ്ങൾ. കാരണം കഴിഞ്ഞ സാമ്പത്തിക വർഷം 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ നടത്തിയ പ്രതിരോധ സാമഗ്രികളുടെ കയറ്റുമതിയുടെ തുക എന്ന് പറയുന്നത് ഏതാണ്ട് 23,622 കോടി രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യ പല രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചത്. ഇത് 2013-14 കാലയളവിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ്ട് കഷ്ടിച്ച് ഒരു 10 വർഷം കമ്പയർ ചെയ്യുമ്പോൾ 34 മടങ്ങിൻ്റെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. അതിനു മുമ്പ് ഏതാണ്ട് 638 കോടി രൂപയുടെ പ്രതിരോധ സാമഗ്രികൾ കയറ്റുമതി ചെയ്തിരുന്ന സ്ഥാനത്താണ് ഇപ്പോൾ 23,622 കോടി രൂപയുടെ സാധനങ്ങൾ ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നത്. അതിൽ നമ്മുടെ തേജസ് യുദ്ധവിമാനം തൊട്ട് ഏറ്റവും ചെറിയ ആയുധങ്ങൾ, തോക്കുകളടക്കമുള്ളവ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നു. അതും അമേരിക്ക, ഈജിപ്റ്റ് പോലെയുള്ള വൻ രാഷ്ട്രങ്ങളിലേക്ക് ഇന്ത്യൻ ആയുധങ്ങൾ വാങ്ങിക്കൊണ്ട് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി. അപ്പോൾ ആത്മനിർഭർ ഭാരത്, മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ആശയവും ആയിട്ടാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിക്ക് എല്ലാം ഇന്ത്യക്ക് വേണ്ട സാധനങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുക. കാരണം ഇന്ത്യയുടെ ബജറ്റിൻ്റെ ഏതാണ്ട് വലിയൊരു ഭാഗം നമ്മൾ ചെലവാക്കുന്നത് പ്രതിരോധ സാമഗ്രികൾ വാങ്ങുന്നതിനാണ്. അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഇത്തരം കാര്യങ്ങളെ ആശ്രയിക്കുന്നത് വലിയ രീതിയിൽ നമ്മുടെ സാമ്പത്തിക ശോഷണം അതിന് കാരണമാകുന്നുണ്ട്. കാര്യം വലിയ രീതിയിൽ നമുക്ക് പണം വിദേശ രാജ്യങ്ങളിൽ കൊടുത്ത് ഇത്തരം സാധനങ്ങൾ വാങ്ങേണ്ട ഒരു അവസ്ഥ ഈ പുതിയ ഒരു സംരംഭങ്ങളിലൂടെ അത് പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആത്മനിർഭർ ഭാരത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേഡ് ഇൻ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ എന്നാണല്ലോ നമ്മൾ അതിൻ്റെ തത്വം. ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുക. പക്ഷേ ഇവിടെ ഇന്ത്യ അല്ല, ഇന്ത്യക്ക് പുറത്തും ആത്മനിർഭർ ഭാരത് നടപ്പിലാക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പം മൊറോക്കോയിൽ ടാറ്റയാണ് ഇന്ത്യൻ ഒരു സ്ഥാപനം അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റവും നമ്മുടെ DRDOയും കൂടി സംയുക്തമായിട്ട് അവിടെ ഈ 8x8 എന്ന് പറയുന്ന വീൽഡ് ആർമേഡ് പ്ലാറ്റ്ഫോം, അതായത് നമ്മുടെ മലയാളത്തിൽ പറഞ്ഞ പീരങ്കി, നമ്മുടെ യുദ്ധ ടാങ്കുകൾക്ക് സമാനമായിട്ടുള്ള റബ്ബർ ചക്രങ്ങളിൽ തിരിയുന്ന ടാങ്ക്, പാറ്റൻ ടാങ്ക്, അത് തന്നെയാണ് സാധനം ഈ ആർമേഡ് വെഹിക്കിൾ. അതായത് ഏത് പ്രതികൂല സാഹചര്യത്തിലേക്കും കടന്നു ചെന്ന് എത്ര മോശം മലയിടുക്കിലാണെങ്കിലും ശരി, ചതുപ്പിലാണെങ്കിലും ശരി, ഈസി ആയിട്ട് കടന്നു ചെന്ന് ശത്രുക്കളെ നാശം വരുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പീരങ്കി, യന്ത്ര സംവിധാനത്തോടെ പ്രവർത്തിക്കുന്ന ഒരു പീരങ്കിയാണ്, യന്ത്ര പീരങ്കിയാണ് ഈ 8x8 വീൽഡ് ആർമേഡ് പ്ലാറ്റ്ഫോം. 8 ചക്രങ്ങളുണ്ട്, 4 ചക്രങ്ങൾ വീതം ഓരോ സൈഡിലും വീതം. അപ്പോൾ ഈ 8 ചക്രങ്ങളും സ്വാഭാവികമായി തന്നെത്താനെ അത് എഞ്ചിനുമായിട്ട് ഘടിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ 8 ചക്രങ്ങളും സ്വതന്ത്രമായി തിരിയുന്ന രീതിയിലാണ് ഇതിൻ്റെ സജ്ജീകരണം. അപ്പം അങ്ങനെയുള്ള ഒരു സാമഗ്രിയുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മൊറോക്കോയിൽ ഒരു പ്ലാന്റ് പ്രവർത്തന സജ്ജമായി. അപ്പോൾ എന്തുകൊണ്ട് ആഫ്രിക്കൻ രാജ്യത്ത് പോയി നമ്മൾ ഈ ഒരു പ്ലാന്റ് സ്ഥാപിച്ചു എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും വൈവിധ്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ്. രാജ്നാഥ് സിംഗ്, ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അവിടെ നടന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ ആത്മനിർഭർ ഭാരത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പൂർണ്ണമായി അത് രാജ്യത്ത് നിർമ്മിക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മൾ ലക്ഷ്യമിടുന്നത്. നമ്മൾ അഭിവൃദ്ധിപ്പെടുന്നതിനോടൊപ്പം നമ്മുടെ സൗഹൃദ രാഷ്ട്രങ്ങളിൽ കൂടി നമ്മുടെ ടെക്നോളജിയുടെ, നമ്മുടെ സാങ്കേതികവിദ്യ പരിജ്ഞാനത്തിൻ്റെ പ്രയോജനം അവർക്ക് കൂടി ലഭ്യമാകുക, അവരെ കൂടി സഹകരിപ്പിക്കുക. ഈ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു ആഫ്രിക്കൻ രാജ്യത്ത് ഇന്ത്യ പോയി ഒരു പ്രതിരോധ സാമഗ്രിയുടെ നിർമ്മാണം, അതിൻ്റെ പ്ലാന്റ് സ്ഥാപിതമായത്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ വിദേശത്ത് പോയും ഇത്തരത്തിൽ പരിപാടി ആസൂത്രണം ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രതിരോധ സാമഗ്രികളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ നയത്തിൽ വരുത്തിയ കാതലായ മാറ്റമാണ് ഇതിൻ്റെ പ്രധാന കാരണം മുൻകാലങ്ങളിൽ ഇത് പൂർണ്ണമായും നമ്മുടെ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ കീഴിൽ, DRDOയുടെ കീഴിലാണ് ഈ പ്രതിരോധ സാമഗ്രികളുടെ നിർമ്മാണം, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നതും നടപ്പിലാക്കപ്പെട്ടിരുന്നതും. പക്ഷേ ഇപ്പോൾ അക്കാര്യത്തിൽ സ്വകാര്യ പങ്കാളിത്തം വലിയ രീതിയിൽ ഇന്ത്യ അനുവദിക്കുന്നുണ്ട്. കൂടാതെ വിദേശ നിക്ഷേപവും ഈ പ്രതിരോധ സാമഗ്രികളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ അനുവദിക്കുന്നുണ്ട്. അങ്ങനെ ഈ കാര്യത്തിൽ നയപരമായ ഒരു മാറ്റം വന്നതോടുകൂടിയാണ് ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും സ്വകാര്യ പങ്കാളിത്തത്തോടെ ഇത്തരം സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അപ്പോൾ ഈ പറയുന്ന
നമ്മൾ ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള ആ വാഹനത്തിന് 8x8 വീൽഡ് ആർമേഡ് പ്ലാറ്റ്ഫോമിൻ്റെ പ്രത്യേകതകൾ അഡ്വാൻസ്ഡ് മൊബിലിറ്റിയാണ്. ഏത് പ്രതികൂല സാഹചര്യത്തിൽ അതിന് സഞ്ചരിക്കാൻ പറ്റും. പിന്നെ പ്രൊട്ടക്ഷൻ ആൻഡ് മിഷൻ അഡാപ്റ്റബിലിറ്റി, അതായത് സ്വയം സുരക്ഷ ഒപ്പം തന്നെ ആക്രമണവും അതിനുവേണ്ടി ഉപയോഗിക്കാൻ പറ്റും. പിന്നെ സർവൈവബിൾ മോണിക് ഹൾ വിത്ത് ബാലിസ്റ്റിക് ആൻഡ് മൈൻ പ്രൊട്ടക്ഷൻ. ഈ ഒരു കവചിത വാഹനമാണ്, ഇരുമ്പ് ചട്ടക്കൂടാണതുള്ളത്. അപ്പോൾ ആ ചട്ടക്കൂട് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണമോ മൈൻ ആക്രമണമോ ഉണ്ടായാൽ പോലും അതിനകത്ത് ഉള്ള സൈനികൻ്റെ ജീവൻ്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ സാധിക്കും. പിന്നെ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 8 ചക്രങ്ങളുണ്ടെങ്കിലും 8 ചക്രങ്ങളും സ്വതന്ത്രമായി അത് തിരിയുന്ന രീതിയിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഹൈ പവർ എഞ്ചിനാണ്. അപ്പോൾ വളരെ ശക്തി കൂടിയ എഞ്ചിനാണ് ടാറ്റ ഇതിനു വേണ്ടി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് പ്രതികൂല സാഹചര്യത്തിലും ഏത് മോശം അവസ്ഥയിലും ഈ പറയുന്ന നമ്മുടെ യന്ത്രപീരങ്കിക്ക് കടന്നു ചെല്ലാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു യന്ത്രപീരങ്കി മാത്രമല്ല ആ പ്ലാന്റിൽ നിർമ്മിക്കുന്നത്. പിന്നെ ഇൻഫൻട്രി ഫൈറ്റിംഗ് വെഹിക്കിൾ, ഈ സൈനിക ക്യാമ്പിലെ സൈനികർക്ക് വേണ്ടിയിട്ടുള്ള വാഹനങ്ങൾ. പിന്നെ ആർമേഡ് പേഴ്സണൽ കാരിയർ, സൈനികരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകാനായിട്ടുള്ള വാഹനങ്ങൾ. പിന്നെ മോർട്ടാർ കാരിയർ, അതായത് നമ്മുടെ പീരങ്കിയിൽ ഉപയോഗിക്കുന്ന വെടിക്കോപ്പ് കൊണ്ടുപോകാനുള്ള കാരിയർ. ആംബുലൻസ് വേരിയൻ്റ്. പിന്നെ മാൻഡ് ഓർ അൺമാൻഡ് റിമോട്ട് വെപ്പൺ സ്റ്റേഷൻസ്, ഏതെങ്കിലും തരത്തിലുള്ള ആയുധങ്ങൾ, അതായത് ഏതെങ്കിലും ആയുധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനായിട്ടുള്ള സംഗതികൾ. പിന്നെ ആൻറ്റി ടാങ്ക് മിസൈൽ ക്യാപ്പബിലിറ്റി, നമ്മുടെ ടാങ്കുകളെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മിസൈലുകളുണ്ടല്ലോ, അതിനെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുക. അപ്പോൾ ഇത്തരം സംഗതികളൊക്കെയാണ് നമ്മൾ ഈ മൊറോക്കോയിലെ പ്ലാന്റിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏതാണ്ട് 20,000 സ്ക്വയർ മീറ്റർ വരുന്ന വിശാലമായ സ്ഥലത്താണ് ഈ പ്ലാന്റ് അവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തദ്ദേശീയരായിട്ടുള്ള മൊറോക്കോയിലുള്ള തദ്ദേശീയരായവർക്കുള്ള വലിയൊരു തൊഴിൽ സാധ്യത കൂടിയാണ് ഇന്ത്യ അവിടെ ഒരുക്കുന്നത്. കൂടാതെ തൊഴിൽ മാത്രമല്ല, അവിടുത്തെ തദ്ദേശീയമായിട്ട് കിട്ടുന്ന വിഭവങ്ങളും നമ്മൾ ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഏതാണ്ട് ഇപ്പോൾ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സാമഗ്രികളിലെ 1/3 ഭാഗവും മൊറോക്കോയിൽ നിന്ന് തന്നെ സമാഹരിക്കുന്നതാണ്. പിന്നീട് അടുത്ത വർഷം മുതൽ ഇതിൻ്റെ അനുപാതം എന്ന് പറയുന്നത് നേരെ പകുതിയാകും. 1/3 എന്നുള്ളത് 50% വരെ വാല്യൂ അഡീഷൻ, ലോക്കൽ പ്രാദേശികമായിട്ട് തന്നെ കിട്ടുന്ന വാല്യൂ അഡീഷൻ ആണ് എന്നുള്ളതും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രതിരോധ മന്ത്രി പറഞ്ഞ വാചകം ഇങ്ങനെയാണ്: നമ്മൾ ആത്മനിർഭർ ഭാരത്, മെയ്ഡ് ഇൻ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ എന്ന ആശയവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതൊരിക്കലും ഇന്ത്യയുടെ മാത്രം കരുതലിനോ ഇന്ത്യയുടെ മാത്രം ആസ്തി സമ്പാദനത്തിനോ വേണ്ടി മാത്രമല്ല, ഇന്ത്യയുമായി സഹകരിച്ച് നിൽക്കുന്ന രാഷ്ട്രങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ സാങ്കേതിക വിദ്യയുടെ വികാസത്തിൽ ആശ്രയിക്കാൻ താല്പര്യമുള്ള രാജ്യങ്ങൾ ആരൊക്കെയാണോ അവരെ കൂടെ നിർത്തുക എന്ന വിശാലമായ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം സംരംഭങ്ങളുമായിട്ട് രാജ്യം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് പ്രതിരോധ മന്ത്രി പറഞ്ഞത്. അപ്പോൾ ഇത് ഇന്ത്യക്ക് പുറത്തുള്ള ആദ്യത്തെ സംരംഭമാണ് ഇപ്പോൾ ഈ മൊറോക്കോയിൽ സാധ്യമായത്. ഇത് ആദ്യത്തെ പടി മാത്രമാണ്. സമാനമായ സംരംഭങ്ങൾ ഇത്തരം പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഭാവിയിലും ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് കരുതാം.